ഇന്ന് നല്ലൊരു അവധി ദിവസമായിട്ട് സന്തോഷമായിട്ടാണ് രാവിലെ എണീറ്റ്. ചേട്ടൻ ഇന്ന് ദൂരത്തൊരു സ്ഥലം വരെ പോകേണ്ടത് കൊണ്ടും പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ടും എനിക്ക് രാവിലെ ഇടി പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കരുതി ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് മെനയാക്കി ഇടാം. അപ്പോൾ അത് എല്ലാ മുറി ഒന്ന് തൂത്തൊതുക്കി മെനയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ നോക്കിയാലും പണി കണ്ടൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ കമ്പപ്പുട്ടല്ലല്ലോടാ, എന്ത് പുട്ടാണ്, ചെമ്പാപ്പുട്ട്, ആ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചു. കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനുണ്ട്, ചാക്കരി പൊട്ടിച്ച് ബക്കറ്റിലാക്കി ഇടാനുണ്ട്. ഈ കാണുന്ന ഞങ്ങളുടെ പച്ച മേശ അലമാരി ഒന്ന് ഒതുക്കാനുണ്ട്. ഞങ്ങളതിനെ പച്ച മേശ അലമാരി എന്നാണ് പറയുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ മുടിവെട്ട് കടയിൽ ഉണ്ടായിരുന്ന മേശയാണ്. എൻ്റെ പകുതിയുള്ളൂ, പകുതി ഞാൻ അത് മുറിച്ചപ്പോഴത്തേനും അത്രയും വശം അങ്ങ് ദ്രവിച്ച് അങ്ങ് പോയി. അങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോൾ മേളിൽ ഫാനിൽ നിറച്ച് പൊടി. ഞാൻ വേഗം അത് തുടച്ചു. അത് തുടക്കണ സാധനം എന്താണെന്നറിയാമോ, കുഞ്ഞവാവയുടെ ബേബി വൈപ്സ് ഇല്ലേ, അത് വെച്ച് തുടച്ച് നല്ല അടിപൊളിയായിട്ട് പോരും കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് തലേ ദിവസം മീൻകറി ഉണ്ടായത് ചൂടാക്കി വെച്ചു. എനിക്ക് പുട്ടിൻ്റെ കൂടെ പഴം ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് പഴം ഇഷ്ടമേ അല്ല. അപ്പം എന്നാലും ഞാൻ കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്നിച്ച് വാരി അങ്ങോട്ട് ചുട്ടത്. ഇപ്പോൾ സെപ്പറേറ്റ് ആക്കേണ്ട ചേട്ടനൊന്നും ഇല്ലല്ലോ, ഞാനും പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ പഴം പുഴുങ്ങതിൻ്റെ മേലെ പ്ലേറ്റും വെച്ച് അതിൻ്റെ മീതെ പുട്ടുപൊടിയും വാരിയിട്ട് പുട്ടാക്കി ചായ ആക്കി. ഇന്നിവിടെ പിള്ളേർ ആരും ഒന്നും എണ്ണിട്ടിട്ടില്ല, ശനിയാഴ്ച എന്തുകൊണ്ട് മതിച്ചങ്ങ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ വേഗം, എനിക്കിഷ്ടമാണ് പഴം പുഴുങ്ങിയത് കഴിക്കാനായിട്ട്, അപ്പോൾ പഴം പുഴുങ്ങിയതും ചായയും കൂടി ആദ്യം ഞാൻ എൻ്റെ വയറങ്ങ് നിറയ്ക്കട്ടെ.